മലയാള സിനിമയിലെ സന്മനസ്സുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള നിർമ്മലരും ലോലഹൃദയമുള്ളവരുമായ ചില അഭിനേതാക്കളെയാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്കായി ക്ഷണിച്ചിരിക്കുന്നത്. അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യത്തെ ആൾ വന്നിരിക്കുന്നു. പുതിയ പരിപാടിയൊക്കെ ആയിട്ട് കൂടിയിരിക്കുകയല്ലേ? ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി. പിന്നെ എന്താണ് പരിപാടികളെല്ലാം? ഓണത്തിനെ പറ്റിയാണോ? അല്ല, ഓണത്തിനെ പറ്റി നമ്മൾ കണ്ടു ഒരുപാട് നാളായില്ലേ. ഞാനിപ്പോഴും നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഓർക്കുന്നത് നമ്മൾ ആദ്യം സത്യ സ്റ്റുഡിയോ അല്ലേ? കറക്റ്റ്. ജോഷിയോടാ കാഹളം അല്ല, ഓർമ്മയുണ്ടല്ലേ? അവിടെ വെച്ചാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അതിനുശേഷമാണ് ഹസനൊക്കെ ചെയ്ത ഭീമൻ. അതിനകത്ത് ഞാനൊരു ക്യാരക്ടർ റോൾ ചെയ്തു. ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വരുന്ന ഒരു പടം. അതായത് ടൈറ്റിൽ പേരെനിക്കായിരുന്നില്ല, ഭീമൻ. അന്നത്തെ സൈസൊക്കെ വെച്ചിട്ട്. പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഞാനന്ന് സത്യ സ്റ്റുഡിയോയിൽ സത്യത്തിൽ വന്നത് വേറെ ചില ആവശ്യങ്ങളായിട്ട് മദ്രാസിൽ വന്നത്. അപ്പോൾ ഷൂട്ടിങ് കാണാനുള്ള ആഗ്രഹം പണ്ടുപോലെ മനസ്സിലുണ്ട്. അപ്പോൾ ആരോ പറഞ്ഞിങ്ങനെ, അപ്പോൾ മിസ്റ്റർ രവീന്ദ്രൻ്റെ മറ്റേ ഏതായാലും ഒരു തമിഴ് പടം ചേരുന്നല്ലോ, വളരെ ഒരു തലൈ രാഗം രവീന്ദ്രൻ ഇവിടെ അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അവിടെ നിന്ന് സത്യ സ്റ്റുഡിയോയിലാണ്. ശരി, എന്നാൽ പൊയ്ക്കളെ എന്ന് പറഞ്ഞ് വേറെ. അപ്പോൾ അതിനകത്ത് കയറണമെങ്കിൽ ഭയങ്കര ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അകത്ത് ചെന്നപ്പോഴാണ് ഈ സംഭവം. നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു, ബഹളം ഇതൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ മേക്കപ്പ് മാൻ ഒരു മോഹൻ, കറക്റ്റ്, ദേവസ്വയുടെ. മോഹൻ വന്നെ പരിചയപ്പെട്ടു. കുറേ കഴിഞ്ഞപ്പം അതിൻ്റെ പ്രൊഡ്യൂസർ നമ്മുടെ ഹസനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസനൊക്കെ വന്നിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടു. എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ SI ആയിട്ട് സെക്യൂരിറ്റി ഓഫീസറാണെന്ന് പറഞ്ഞു. എന്താ വന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല, മദ്രാസിൽ വന്നപ്പോൾ ഇങ്ങനെ ഷൂട്ടിംഗ് കാണാമെന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ ചോദിച്ചു ഇങ്ങനെ അഭിനയിക്കാനുള്ള ആഗ്രഹം. ഞാൻ പറഞ്ഞു അയ്യോ അത് മാത്രം ചോദിക്കണം, നമുക്കതൊന്നും പറ്റില്ല. അതല്ല, ഏതായാലും ഇവിടെ വന്നല്ലേ, ഒരു ദിവസം ഇവിടെ ഹാൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം പോയാൽ മതി. അപ്പോൾ നമ്മളെ പരിചയപ്പെട്ടു അല്ലേ? അപ്പോൾ അപ്പോൾ രവീന്ദ്രനെ വന്ന് പരിചയപ്പെട്ടു. എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാനിവിടെ റൂമെടുത്ത് താമസിച്ച് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് പറഞ്ഞു ബോട്ടിലെങ്ങാണ്ട് പോകുന്നൊരു ബാലങ്കേ നേരം ഇവിടെ എന്തോ ഒരു പരിപാടി. ഞാൻ ആകെ വിറച്ച്, കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സംഭവമല്ലേ. ഞാൻ പറയും എനിക്കിതൊന്നും പറ്റില്ല, നീ വന്നാൽ മതി, വണ്ടി അയച്ചു തരുമെന്ന് പറഞ്ഞു. വണ്ടി വന്നു, നേരെ അവിടെ തന്നൊരു ജാക്കറ്റും ഒക്കെ തന്നു. ഒരു ബോട്ട് ദൂരേന്ന് വരുന്നൊരു ഷോട്ടാണ്. എന്നോട് പറഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ കയറി നിൽക്കാൻ പറഞ്ഞു. ബാലേട്ടനൊക്കെ ഉണ്ട്, അതിൻ്റെ മേളിൽ നിൽക്കാമെന്ന് ചോദിച്ചാൽ അവനോ നിൽക്കാമെന്ന് പറഞ്ഞു. അതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ കയ്യൊക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് അങ്ങനെ എന്തോ ഇവരെടുത്തു. ഇത്ര എനിക്കറിയാവുള്ള സംഭവം. അതിന് ശേഷമാണ് ഈ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ അഭിനയിച്ച ആളാരാണ് എന്താണ് എന്നൊക്കെ പറഞ്ഞു വന്ന് ഹസനൊക്കെ പിന്നെ ഭീമൻ എന്ന് പറഞ്ഞൊരു. അല്ല, അന്ന് തൊട്ട് തന്നെ ഹസനൊക്കെ നിങ്ങളുടെ കാര്യത്തിനകത്ത് എപ്പോഴും ഒരു മതിപ്പുണ്ടായിരുന്നു. പിന്നെ അത് നിങ്ങളെ വെച്ചിട്ട് ഒരു ഹീറോ ക്യാരക്ടർ ഉണ്ടാക്കണമെന്ന് പുള്ളിയുടെ ആദ്യം ഡയറക്റ്റ് ചെയ്ത പടം അത് തന്നെയല്ലേ? ഹസനക്കയുടെ ആദ്യത്തെ പടമാണ് അല്ലേ, സ്വന്തമായിട്ട് തന്നെ. അപ്പം അന്ന് തൊട്ട് തന്നെ ഹസനൊക്കെ മനസ്സിനകത്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് ആ ഒരു ഭീമൻ നമ്മൾ രണ്ടും കൂടെ അഭിനയിച്ച പടമല്ലേ. ഭയങ്കര ഇതാണ്, കാരണം നിങ്ങൾ സീനിയർ ആർട്ടിസ്റ്റ്, ഞാൻ പുതിയതായിട്ട് വന്നു, ഞാൻ എന്താ ചെയ്യുക. നമ്മളതിനകത്തൊരു ഒരു കൊയ്ത്തുപാട്ടൊക്കെ പാടിയിട്ടില്ല, പിന്നെ ഉമ്മാൻ്റെ അബുൻ്റെ സൂപ്പ്. നിങ്ങളൊരു പാട്ടുകാരനാണല്ലോ അല്ലേ എന്ന് ഞാൻ ആ കാര്യത്തെ പറ്റി ഓർക്കാറുണ്ട്. മലയാള സിനിമയിലെ വില്ലന്മാർ നന്നായിട്ട് പാടും, എല്ലാ ഹീറോസ് അല്ല, അതിനേക്കാൾ എല്ലാ വില്ലന്മാരും പാടും. ചെറിയൊരു ഏതെങ്കിലും ഒരു പാട്ടൊന്ന് പാടാം. ഇപ്പോൾ ഓണത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഓണവും ഇതുമായിട്ടാണല്ലോ നമ്മുടെ ഇത് വരും. പിന്നെന്താ, ഓണപ്പൂവേ പൂവേ ഓമൽ പൂവേ പൂവേ നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ ഇതാ ഇതാ ഇതാ. വരാൻ പോവല്ലേ ഓണം. അപ്പോൾ ആ ഓണപ്പൂവിനെ ഒന്ന് മാറി വിളിച്ചാൽ നമ്മൾ പതുക്കെ അല്ലേ? നിങ്ങളെപ്പോഴും ഇങ്ങനെ വീട്ടിലും പാടാറുണ്ടോ? വീട്ടിൽ ചിലപ്പോൾ ഈ പണ്ടത്തെ ആൾക്കാർ കളിയാക്കി പറയുന്നില്ല, കക്കൂസിൽ കയറുമ്പം പാടുക, അങ്ങനെയുള്ള സ്വഭാവമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷേ ഒരു പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ആ പാട്ട് കാസറ്റ് വാങ്ങിച്ചിട്ട്, പണ്ടത്തെ പഴയ കാലമാണ്, ഇപ്പോൾ ഒരു 10-15-20 വർഷം മുമ്പുള്ള സംഭവമാണ്. അപ്പം
ആ കാസറ്റ് വാങ്ങിച്ച 2-3 പ്രാവശ്യം ഇത് കേട്ട് അത് പഠിക്കുമായിരുന്നു. അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ നോക്കുമായിരുന്നു. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ക്ലാസിക്കിൻ്റെ ഒന്നും അറിയില്ല എനിക്ക്. അതാണ് ഏറ്റവും വലിയ രസം. എന്നിട്ടും ഈ പാട്ടിൻ്റെ ആ കേട്ട് പഠിച്ച് അങ്ങനെയാണ് ഞാൻ ഈ പാട്ട് പഠിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഇത് എനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്റ്റേജ് പ്രോഗ്രാമൊക്കെ വരുമ്പോൾ എന്നെ പാടാനെന്ന് പറയുന്നത്. അപ്പം ക്ലാസിക്ക് ഇത് പഠിച്ചോ എന്ന് അറിയുന്നതിൻ്റെ ഒരു വലിയ രസമുണ്ട്. സിന്ധു ഭൈരവിൽ ദാസേട്ടനാണല്ലോ ആ പാട്ടുകൾ മൊത്തം പാടി. അപ്പോൾ അതിനകത്തൊരു സാധനമുണ്ട്, ഈ പൂമാലൈ വാങ്ങി വന്നൊരു സാധനം. അല്ല ഒരുപാട് എല്ലാ പാട്ടുകളും നല്ലതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമല്ല, ഒരു സ്ഥലത്ത് വെച്ച് ഇതേപോലെ ഇത് പാട്ടിനെ ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരെന്ന സദസ്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പാട്ട് പാടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ശരി പാടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പാട്ട് പാടി, പൂമാലൈ വാങ്ങി വന്നാൽ പൂക്കളില്ലയേ, ദിനം ദിനം പൂമാലൈ വാങ്ങി വന്നാൽ പൂക്കളില്ലയേ, செவியில்ல எங்கொரு விழியதற்கு, விழியில்ல எங்கொரு விளக்கெதற்கு, நாளும் நாளும் அவள் நினைவில் இவன் அழுது போ மாலை வாங்கி வந்தார். അപ്പോൾ ഇത് പാടി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചു, ഇങ്ങനെ ക്ലാസിക്ക് പഠിച്ചവർക്ക് മാത്രമേ ഇത് പാടാം. ഞാൻ പറഞ്ഞു അതല്ല, എനിക്ക് ഇതിനെ പറ്റുമോ. അതിനകത്ത് വേറൊരു സാധനമാണ് ഇതിനകത്ത്, ഇസയ്ക്കൊരു കുയിലെன்று ആ இசைக்கொரு குயில் என்று பேரெடுத்தார், இருமலைத்தான் என்று சுரம் பிடித்தார், மனிதர்கள் இருப்பதை மறந்துவிட்டார், ராகத்தின் தாளத்தை வாங்கிவிட்டார், போதையில் பாதையில் போகின்றான், தன்முகமே தான் அறிஞ்சார், சூடவும் தோளில்லை ஆளில்லை இவள் அன்று പോ. ഇങ്ങനെ പാടിയപ്പോ ഇടയ്ക്ക് നിങ്ങളുടെ പ്രേമവിവാഹമായിരുന്നു അതോ? അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഈ സാധനം ഈ മറ്റേ പിന്നെ സ്വരങ്ങളുടെ സാധനമൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വീഴുന്ന കണ്ടാണ് ഞങ്ങൾ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല. ഇപ്പം രവി ചോദിച്ചുകൊണ്ട് ഞാൻ പറയണേ, പാട്ടിനെ പറ്റി ഒരുപാട് ആഗ്രഹം മനസ്സിലുണ്ട്, അപ്പോഴും ഉണ്ട്, ഇന്നും ഉണ്ട്. പാട്ട് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പഠിക്കണമെന്ന് നമ്മുടെ മനസ്സിൽ കയറി കഴിഞ്ഞാൽ അത് പഠിച്ചിരിക്കും. എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ്, നീ ഡാൻസ് ഒന്ന് പഠിച്ചാൽ കൊള്ളാം. അപ്പം ഞാൻ എന്താ വെച്ചാൽ കുറേ നാൾ അബൌട്ട് ഒരു 2-3 years ഞാൻ ടീച്ചറിനെ വെച്ചിട്ട് ഭരതനാട്യത്തിൻ്റെ കുറേ സ്റ്റെപ്പുകൾ, ഫോക്കിൻ്റെ അങ്ങനെ കുറേ സ്റ്റെപ്പുകൾ ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് കരിനാഗം എന്ന് പറഞ്ഞ് KS ഗോപാലകൃഷ്ണൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്തൊരു ഡാൻസിൻ്റെ ഇത് വന്നപ്പോൾ ഒരു നാഗിൻ ഡാൻസാണ്, പാമ്പ് ഡാൻസ്. അപ്പോൾ ആ ഡാൻസ് ആക്ച്വലി ഹീറോയിനാണ് ചെയ്യേണ്ടത്. ഹീറോയിനും കൂടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നാൽ ആ സോങ്ങും ആ പാട്ടും എല്ലാം കൂടെ നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹീറോയിൻ പറഞ്ഞു എനിക്കിത് ഒരു നൈറ്റ് കൊണ്ട് എനിക്ക് ഇത് പോകേണ്ടതാണ്. അപ്പോൾ മൂപ്പർക്ക് ഡാൻസ് അറിയാൻ മേത്തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എനിക്കിത് അറിഞ്ഞുകൂടാന്നുള്ള ധാരണ എല്ലാവർക്കും ഉണ്ട്. ഞാനപ്പം പറഞ്ഞു നമുക്കിതൊരു ബോഡിയുടെ ഇതാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊരു ബെറ്റ് വെച്ച് ഈ നൈറ്റിൽ നിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഡാൻസ് ചെയ്യും. സോറി, എൻ്റെ മാഡത്തിൻ്റെ കൂടെ ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് തീർന്നില്ല എങ്കിൽ ഈ ഇന്നത്തെ ഫുൾ സെറ്റിൻ്റെ ക്യാഷ് ഞാൻ പേ ചെയ്യുന്നു. അങ്ങനെ ഡാൻസ് ഞാൻ ചെയ്തു. പക്ഷെ അത് ഈ അടുത്ത കാലത്ത് ആ CD ഇറങ്ങിയിട്ടുണ്ട്. പല ആൾക്കാരും ഈവൻ നമ്മുടെ മലയാളത്തിലുള്ള പല സ്റ്റാർസും അത് കണ്ടിട്ട് എന്നെ വിളിച്ചു, നീ ഇത്ര മനോഹരമായി ഡാൻസ് ചെയ്യുന്ന ഇപ്പോഴാണ് അറിയാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് രാജമാണിക്യത്തിൽ മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടായിരുന്നു, അൻവർ റഷീദ് ഡയറക്ടർ. അതിനകത്ത് റഹ്മാൻ്റെ കൂടെ ഡാൻസ് ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഡാൻസ് എന്ന് പറയുന്ന ഒരു കല, പക്ഷെ വലിയ ഡാൻസിൻ്റെ അറിവൊന്നും എനിക്കില്ല, എന്നാലും താളമുണ്ട്. അല്ല, അതാണ് ആവശ്യം. ശരിക്കും എന്ന് പറഞ്ഞാൽ ബോഡി സംഗീതമായിട്ട് മാറാനുള്ള ഒരു ആവശ്യം. ഒരുപാട് ഈ ഡാൻസ് അറിയാമെന്ന് പറഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് അറിഞ്ഞതിന് ശേഷം, ഈ രാജമാണിക്കൊക്കെ ഇറങ്ങിയതിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് ക്യാരക്ടേഴ്സ്. അല്ല, അതൊരു ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിട്ടാണ്. കാരണം അതുവരെ ഞാൻ എപ്പോഴും അത് ചോദിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ ഈ വില്ലന്മാർ ശരിക്കും എല്ലാവരും വിചാരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ദുഷ്ടന്മാരാണെന്നാണ് ജീവിതത്തിൽ. ഇപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ആ കുട്ടിയായിട്ടുള്ള ഷോട്ട് എടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ആ കുട്ടി ഇങ്ങനെ എറിയുന്നൊരു ഷോട്ട് കണ്ടു അല്ലേ. ആ എറിയുന്ന ഷോട്ടിന് മുമ്പ് വരെ
എല്ലാവരും ഈ പടത്തിൽ കണ്ടവരൊക്കെ ഭയങ്കരമായിട്ട് ഈ പടം കണ്ടതിന് ശേഷം എന്നെ ഒരുപാട് ഒരു ഫോൺ ചെയ്യും, ഇത്ര ക്രൂരമായിട്ടത് ചെയ്ത് ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ അത്ര ക്രൂരമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കഥാപാത്രങ്ങൾ നിൽക്കുന്നത്. അതാണ്, ഇല്ലെങ്കിൽ നിൽക്കില്ലല്ലോ. ഇല്ല, അതല്ല എൻ്റെ സത്യം. അല്ല, വില്ലന്റെ ആ ക്രൂരതയാണ് ഒരു പടത്തിനെ നിർത്തുന്നത്. അതായത് വില്ലൻ എന്ന് അവനെ എങ്ങനെ ഒതുക്കുന്നു എന്നുള്ള ഒരു ആകാംക്ഷ. വില്ലൻ എന്ന് പറയുന്ന കഥാപാത്രം എത്രമാത്രം ക്രൂരനായിരിക്കുമോ അത്രയും ഹീറോയിസം ഉണ്ടാകുകയാണ്. പിന്നെ മലയാള സിനിമയിൽ പണ്ടുണ്ടായിരുന്നതിന് ഒരു ചെറിയ ഡിഫറൻറ്റ് ഉണ്ട്. വില്ലന്മാരെന്ന് പറയുന്നത് പണ്ട് നസീർ സാറ് കെപ്പിയുമാർ, അത് ഒരു വില്ലനേ ഉള്ളായിരുന്നു. അതെ. ഇപ്പോൾ അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് വില്ലൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരാളങ്ങ് ഉണ്ടാക്കും, അദ്ദേഹത്തിനെ അവിടെ അങ്ങ് ഇരുത്തും. ഇതിന് കുറേ ബ്രാഞ്ചസ്, ഈ ബ്രാഞ്ചസാണ് പിന്നെ അങ്ങോട്ട് കളിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും മനുഷ്യരുടെ മനസ്സിൽ കിടക്കുന്നത് വില്ലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം മെയിൻ ആൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഗുണ്ടകളാണ്. പക്ഷേ വില്ലൻ എന്ന് പറഞ്ഞൊരു മെയിൻ കഥാപാത്രത്തിനെക്കാട്ടിൽ വർക്ക് കൂടുതൽ വരുന്നത് ഈ പറയുന്ന കഥാപാത്രങ്ങൾ സഹവില്ലന്മാർ. അങ്ങനൊരു ഈ കുട്ടിയെ ഇപ്പം കാണിച്ചില്ല, ആ കുട്ടിയെ എടുത്ത് എറിയുന്നതിന് മുമ്പ് കൊച്ചൊരു ആ ഷോട്ട് ഫസ്റ്റ് ഇപ്പോൾ എറിഞ്ഞ ആ ഷോട്ട് കണ്ടല്ലോ, എറിഞ്ഞിട്ട് അതിൽ രണ്ടുപേരെ നോക്കി ഞാൻ ചിരിച്ചിട്ട് കൊച്ചിനെ എടുത്ത് കൈ വെച്ചപ്പോൾ കൊച്ചു ചിരിച്ചോണ്ടിരിക്കുന്നത്. അതെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ കുട്ടിയെ അത്രമാത്രം ഞാൻ ലാളിച്ച് ഷോട്ടിന് മുമ്പ്. അതാണ് ആ കൊച്ചിനെ ഞാൻ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് ആക്ഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ ഈ കൈയും ഈ കൊച്ചിനെ ഇങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്, ഈ കൊച്ചു ഇവിടെ വരെയും കൈ ഇങ്ങനെയാണ് പോയത്. അപ്പോൾ ആ കുട്ടി എന്നെ നെഞ്ചത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഷോട്ടിന് മുമ്പ് ഒരുപാട് അവളെ ലാളിച്ച്, പെൺകുട്ടിയാണ് ലാളിച്ചോക്ക് മുട്ടായി കൊടുത്തു. അതൊക്കെ ആ ഷോട്ടിനകത്തുണ്ട്. ഒരുവിധം ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. പെൺകുട്ടിയുണ്ട്, പിന്നെ എനിക്ക് 2 പെണ്ണും ഒരാണ്. അപ്പോൾ ഇവളെ ഇങ്ങനെ എടുത്തു വെച്ച ആ ഷോട്ട് ഇപ്പം കണ്ടില്ല, ആ ഷോട്ടിൽ അവൾ ഇരിക്കുന്നുണ്ട്, കരഞ്ഞിട്ടില്ല. അപ്പോൾ അവളെ അത്രമാത്രം ഒരു പൂ വീണ പോലും മേത്ത് ഒരു പൂ വീണ നോക്കാത്ത രീതിയിലാണ് ആ ഷോട്ട്. ഞാൻ അതിൽ നിന്നൊരു എത്രയും ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഇപ്പോൾ ഒരു കോമഡി കഥാപാത്രങ്ങളെ. അതായത് കോമഡി എന്ന് പറയുന്ന സാധനം എല്ലാവരും പറയുന്നുണ്ട്, ഈ കോമഡി ആർട്ടിസ്റ്റ് കോമഡി ചെയ്യാൻ വലിയ പാടാണെന്ന്. ശരിയാണ്, കോമഡി ചെയ്യാൻ പാടില്ല. സിറ്റുവേഷൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കോമഡി ചെയ്യാൻ വളരെ ഈസിയാണ്. പക്ഷേ ടൈമിങ്ങാണ്. പിന്നെ ഓപ്പോസിറ്റ് വരുന്ന ആർട്ടിസ്റ്റിൻ്റെ ടൈമിങ്, അവരുടെ റിയാക്ഷൻസ്, ഇതൊക്കെ വെച്ച് നമുക്ക് കോമഡി വർക്കൗട്ട് ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മളിപ്പോൾ വില്ലന്മാരെ പറ്റി പറയുമ്പോൾ ഈ വില്ലൻ കഥാപാത്രം ചെയ്യുക അല്ലെങ്കിൽ ചെയ്ത് ഒപ്പിക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടാണ്. അത് ശരിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എപ്പോഴും വന്നിട്ട് എഴുതുമ്പോൾ ഹീറോ അതിനായിട്ടാണ് എല്ലാവരും എഴുത്താടി. മലയാളത്തിൽ അത്രയ്ക്ക് ഇല്ലെങ്കിൽ തമിഴിലൊക്കെ വില്ലന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ നമ്പ്യാർ സാർ, സത്യരാജിൻ്റെ ഇപ്പോഴത്തെ ചില തമിഴ് പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന ഹീറോയിസം എന്ന് മാത്രം പറയാൻ ഒക്കത്തില്ല, ഒരു വില്ലനിക് ഹീറോ ആയിട്ടാണ് സത്യരാജ്, അല്ലേ? ശരത് കുമാർ, അവരുടെയൊക്കെ അതാണ് വില്ലൻ കഥാപാത്രങ്ങളെ പ്രസൻറ്റ് ചെയ്യുക. അതിപ്പം ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവം, അത് നമുക്ക് വില്ലനാരിടാം, ഇപ്പം ഹീറോ ആരിടാം, ഓക്കെ നമുക്ക് രവീന്ദ്രൻ ഇടാം, ഓക്കെ വില്ലനായിട്ട് ആരിടാം, വില്ലൻ നമുക്ക് ഭീമൻ്റെ ഊനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതുപോലുള്ള വർക്കൗട്ട് ചെയ്ത്. അപ്പോൾ ചില ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നവർ കാണും, ചില ആൾക്കാർ എൻ്റെ ആക്ഷൻ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഡയലോഗ്സ് അങ്ങനെ ഇഷ്ടപ്പെടാൻ നമുക്ക് ഭീമൻ്റെ ഊന ഇടാം. ഇത്രയും കഴിഞ്ഞാൽ വില്ലൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ സാധനം അവിടെ നിന്നു. പിന്നെ ഹീറോയിൻ, അവർക്കത്ര പാട്ട്, അവർക്കത്ര ഡാൻസ്. പിന്നെ ഇത് വന്നു കഴിഞ്ഞാൽ വില്ലൻ ഇങ്ങനെ ഇത് ചെയ്ത് പോകുന്നു. ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്ക് ഹീറോ എൻ്റർ ആവുന്നു, വില്ലൻ പെണ്ണിനെ പിടിച്ചു കഴിഞ്ഞാൽ ഹീറോ എൻ്റർ ചെയ്യുന്നു, അടി ടടാ ഡിഷും വില്ലൻ എടുത്തെറിയുന്നു. അത് തീരെയാണ് വില്ലൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രം. ഈ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെയും ഇടയിലുള്ള ഒരു ഇതാണ്. അത് വില്ലനല്ല, അപ്പോൾ അവിടെ തീർന്നിട്ട് നമ്മൾ അടുത്ത് ഹീറോയുടെ വീടാണല്ലോ നമ്മൾ അടുത്ത് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഹീറോയിനെ കാണുന്നതാണ്. ആ ഒരു രീതിയായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് ചേഞ്ചസ് അതിനകത്ത് തോന്നുന്നു. ഇത് ഈ പടം കഴിഞ്ഞപ്പോൾ അതായത് ഈ പടത്തിൻ്റെ ശശിയുടെ ഈ പടം ഷൂട്ടിംഗ് നടന്ന സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നത് ഇതിനകത്തൊരു എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ഒരു എൻഡ് സാധനം വരുന്നുണ്ട്. അപ്പോൾ അതെന്താണ് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല എൻ്റെ അടുത്ത്. അത് പറയാം, സമയം പറയാം, ശശിൻ്റെ സ്വഭാവമാണല്ലോ സംസാരിച്ചത്. അപ്പോൾ ഇത് ഇത്രമാത്രം ചെയ്യാൻ പറ്റിയൊരു സാധനമാണെന്നൊന്നും എനിക്കറിയില്ല. ഇത് ചെയ്യുന്നതിൻ്റെ തലേന്ന് പറഞ്ഞു, എടാ ഇങ്ങനൊരു സംഭവമാണ്, ഇതെങ്ങനെ നീ സ്റ്റഡി ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ തന്നെ ലൊക്കേഷനിൽ എൻ്റെ 1-2 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്ടേഴ്സ് ആരെങ്കിലും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, ആൾക്കാരുണ്ട്. ഞാനിപ്പോൾ അദ്ദേഹത്തിന് ഫോൺ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു, ഡോക്ടർ ഇതുപോലുള്ള ആൾക്കാർക്ക് പേ വന്നാലുള്ള സ്ഥിതി എന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്
ഞാൻ പറയുന്ന ഒരു സംഭവമില്ല, അച്ഛൻ എന്നെ ആശുപത്രി കൊണ്ടു, എൻ്റെ മക്കൾക്ക് ആരുമില്ല എന്ന് പറയുന്നില്ലേ, അതിനുശേഷം ഇത് വീണ്ടും വരികയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സത്യത്തിൽ പേ ഇളകുന്ന ആൾക്കാർക്ക് ഇങ്ങനൊരു സംഭവമുണ്ട്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് അവരുടെ നോർമലിലേക്ക് വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് അവരിൽ കൂടി നമ്മളത് കാണാതിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇവർ പേ ഇളകി കഴിഞ്ഞ് ഇതുപോലൊരു നല്ല ക്രിട്ടിക്കൽ കണ്ടീഷൻ വരുന്നു, ഇവരെ കൊണ്ട് സെല്ലിൽ അടയ്ക്കുകയാണ്. ഈ സെല്ലിൽ അടച്ചു കഴിഞ്ഞ് പിന്നെ എന്ന് പറയുന്നത് ഇവരുടെ തുപ്പൽ വീണാൽ, അവരുടെ കൈനാഹം കൊണ്ടാൽ ഇതൊക്കെ ഇത് വരുമെന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് കാരണം ഡോക്ടേഴ്സ് തുറക്കില്ല. പിന്നെ ഇവർക്ക് ഈ ഇഞ്ചക്ഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ പണ്ടത്തെ ഇപ്പം ചേഞ്ചസ് ഉണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ സൂചി എറിഞ്ഞ് പിടിപ്പിക്കുകയാണ് ഇവരുടെ ഈ ലോകത്ത് ദൂരെ നിന്ന് അങ്ങനെ എറിഞ്ഞ് സ്റ്റിക്ക് ചെയ്തിട്ട് തന്നെത്താൻ ഇഞ്ചക്ട് ചെയ്ത് കയറി കഴിയുമ്പോൾ ഇവരങ്ങ് മയങ്ങിപ്പോവും. പക്ഷേ ഒരു 45 മിനിറ്റ്സ് 1 hour വരെ മയങ്ങുക. ഈ മയക്കത്തിലാണ് വീണ്ടും ഇവർക്ക് നോർമൽ സംഭവത്തിൽ ഇവർ വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ അത് അറിയില്ല, ഇവർ മയങ്ങിപ്പോയതല്ലേ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ പേ പിടിച്ച ആൾക്കാരെ നമുക്ക് കാണാൻ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ് എന്ന് ഡോക്ടർ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാധനം, അതായത് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമ്മുടെ നോർമലിൽ വരുന്നുണ്ട്, അതാണ് എന്ന് പറയുന്ന ഒരു സംഭവം, എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതിലൊരു എന്താ പറയുന്ന ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ആ ഒരു സാധനമാണ് ഞാനിവിടെ യൂട്ടിലൈസ് ചെയ്തത്. അതാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങിച്ചെന്ന്. നമുക്ക് ഈ മനസ്സിൻ്റെ വിഷമം പറയാം, ഒരു അടിപൊളി പാട്ടെന്ന് പാടിക്കുക. ഈ പാട്ടുകളെ പറ്റി നമ്മൾ പറയുമ്പോൾ എപ്പോഴും നമുക്ക് പഴയ പാട്ടുകളിലേക്കാണ് കൂടുതൽ ഇത് വരുന്നത്. ഓക്കെ, അല്ല അത് സത്യമാണ്. കാരണം നമ്മൾ പല പടങ്ങളിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും നമുക്ക് പാട്ട് പാടാനുള്ള ചാൻസ് ഇപ്പോൾ കിട്ടുന്നില്ല. എന്നിരുന്നാൽ കൂടെയും വരുന്ന പാട്ടുകൾക്ക് 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ആ പാട്ടിനെ എല്ലാവരും മറക്കും അല്ലേ. ഇപ്പോൾ വരുന്ന എല്ലാ പടത്തിലും. പക്ഷേ പഴയ കാലത്തുള്ള പാട്ടുകൾ ഇപ്പോഴും വർഷങ്ങൾക്ക് ശേഷം ഇത്ര പാട്ടുകൾ ഇപ്പോഴും ഒരു സംഭവമുണ്ട്. നദിക്കകത്ത് ദാസേട്ടൻ പാടിയൊരു സാധനമുണ്ട്. 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി. ഈ നിലാവും ഈ കുളിർക്കാറ്റും ഈ പളുങ്കു കൽപ്പടവുകളും ഓടിയെത്തും ഓർമ്മകളിൽ ഓമലാളിൻ ഗൽഗതവും ഓമലേ. അടുത്ത ഒരു സാധു വന്നിരിക്കുന്നു നമ്മുടെ ക്ഷണപ്രകാരം നമ്മളോട് ഒത്തുചേരാനായിട്ട്. ഈ വന്നിരിക്കുന്ന സാധു ആരാണെന്ന് ഒന്ന് നോക്കണേ.